പുതലപ്പൊഴിയിൽ സർക്കാർ വകുപ്പുകൾ ജാഗ്രത കാട്ടിയില്ലെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ 2018 അദാനി പോർട്സുമായി സർക്കാർ ഉണ്ടാക്കിയ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കിയില്ല. വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ ജാഗ്രത കാട്ടിയില്ലെന്നും മുതലപ്പൊഴിയിൽ ഇതുവരെ സർക്കാർ വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഉണ്ടായിട്ടില്ലെന്നും ന്യൂനപക്ഷ കമ്മീഷന്റെ വിമർശനം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഇപ്പോൾ ഇങ്ങനെയൊരു വിമർശനവുമായി എത്തിയിരിക്കുന്നത്? അമൃത, മുതലപ്പുഴയിൽ തങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് സർക്കാർ നിരന്തരം പറയുന്നുണ്ട്. നിയമസഭയിലടക്കം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനും നിയമസഭയ്ക്ക് പുറത്ത് മുതലപ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകരോടക്കം മുതലപ്പുഴയിൽ കാര്യക്ഷമമായിട്ട് സർക്കാർ ഇടപെടുന്നുണ്ടെന്നൊക്കെ സർക്കാർ പറയുന്നതിനിടയ്ക്കാണ് സർക്കാർ വകുപ്പുകൾ മുതലപ്പുഴയിൽ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് മുതലപ്പുഴയിൽ 2018 മുതൽ അദാനി പോർട്സുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ പ്രകാരം സർക്കാർ വകുപ്പുകളിൽ കൃത്യമായിട്ടുള്ള ഏകോപനം ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനമാണ് ന്യൂനപക്ഷ കമ്മീഷൻ്റെതായിട്ട് പുറത്തു വരുന്നത്. ന്യൂനപക്ഷ കമ്മീഷൻ കൃത്യമായൊരു കാര്യം പറയുന്നുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനും ഫിഷറീസ് വകുപ്പിനും തുറമുഖ വകുപ്പിനുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംയുക്തമായിട്ട് ഇടപെട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ട്. പ്രത്യേകിച്ച് 2018 അദാനി പോർട്സുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഈ പറയുന്ന എല്ലാ വകുപ്പുകളും കൃത്യമായിട്ട് മുതലപ്പുഴയിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ടതാണ്. എന്നാൽ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അടക്കം പ്രധാനമായിട്ട് ചുമതല വഹിക്കേണ്ട ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അടക്കം ഫിഷറീസ് വകുപ്പ് അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഏകോപനം കാണിച്ചിട്ടില്ല എന്നുള്ള വിമർശനമാണ് ന്യൂനപക്ഷ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മാസം 20-ാം തീയതി അവസാനമായിട്ട് മുതലപ്പൊഴി വിഷയത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സിറ്റിംഗ് നടത്തുന്നുണ്ട്. ആ സിറ്റിംഗിൽ മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മറ്റു വകുപ്പുകൾക്കും ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം സമാനമായ രീതിയിലുള്ള സിറ്റിംഗ് നടത്തിയപ്പോൾ ഇതുവരെ അവിടെ എന്താണ് ചെയ്തത് എന്ന് സമർപ്പിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പല വകുപ്പുകളും പലതരത്തിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അതായത് കൃത്യമായിട്ടുള്ള ഏകോപനമില്ലാതെ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്, അവിടെ എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അവിടെ എത്ര അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായ കണക്ക് പോലും വകുപ്പുകൾക്കിടയിലില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ന്യൂനപക്ഷ കമ്മീഷൻ വലിയ വിമർശനം നേരത്തെ ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് മുതലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ സർക്കാർ വകുപ്പുകൾക്ക് തമ്മിൽ കൃത്യമായിട്ടുള്ള ഏകോപനമില്ല, വലിയ അലംഭാവമാണ് സർക്കാർ വകുപ്പുകൾ മുതലപ്പുഴയിൽ കാണിക്കുന്നത് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അമൃത. ശരി, ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.